മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെക്സോ ഒരു ചുമരെഴുത്തോ ഒന്നും തന്നെ ഇല്ലാതെയാണ് മത്സരിക്കുന്നത്? ചുമരെഴുത്ത് വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെയധികം ഫിനാൻഷ്യലായിട്ടൊരു ബേർഡൻ കൂടിയാണത്. ചേട്ടൻ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ 4 ലക്ഷം രൂപ വീട് വയ്ക്കാൻ വാങ്ങിത്തരാം. അതുകൊണ്ട് ചേട്ടൻ ഒരു അടിപൊളി 2 നില വീട് പണിയാം. ചേട്ടൻ നമ്മുടെ ആളാണെന്ന് എനിക്കറിയാം. ഞാൻ ചേട്ടന് 5 കോഴിക്കുഞ്ഞിനെ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിത്തരാം. അതിന്റെ മുട്ട വിറ്റ് പണക്കാരനാകാമല്ലോ. ഞാൻ ജയിക്കുകയാണെങ്കിൽ ചേട്ടന് കക്കൂസ് പണിയാനുള്ള ഫണ്ട് റെഡിയാക്കാം. വല്ലതും തിന്നിട്ട് വേണ്ടേ മോനെ തൂറാൻ. ഇതുപോലെ ഒരുപാട് പേർ പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടാവും. കഴിവുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ വോട്ട് നല്ല കഴിവും കാര്യപ്രാപ്തിയുള്ളവർക്ക് മാത്രം നൽകുക. നിങ്ങളിൽ ഒരുവനായി കൂടെ നിൽക്കാൻ പറ്റുന്നവരെ വിജയിക്കും. നമസ്കാരം. പ്രതികരണശേഷിയുള്ള അല്ലെങ്കിൽ നീതിബോധമുള്ള പൊതുസമൂഹം പ്രതികരിക്കേണ്ട കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് വലിയൊരു തീവെട്ടിക്കൊള്ള നടത്തിയിരിക്കുന്ന ഒരു കാര്യം പൊതുസമൂഹം അപൂർവം ചില വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇവിടെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ അറിഞ്ഞവർ പോലും പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് കൂടി അത് പ്രതികരിക്കേണ്ടതെടുത്ത് പ്രതികരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ആ കാര്യത്തെ പരാമർശിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ പുരകത്തിക്കൊണ്ടിരിക്കുമ്പോൾ കഴുക്കോല് ഊരിക്കൊണ്ട് ഓടിപ്പോവുക എന്ന് പറഞ്ഞതുപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ഒരു പരിപാടി കൊണ്ടുവന്ന് അത് ഉത്തരവിലൂടെ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, എറണാകുളം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിന് 88 സെൻറ്റ് സ്ഥലം പതിച്ച് നൽകുവാനായിട്ട് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് പണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് വന്നൊരു കാര്യമായിരുന്നു. അത് അതിനുശേഷം എ.കെ. ബാലൻ ഒരു സമിതി, എ.കെ. ബാലൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി അത് അന്വേഷിക്കുകയും അങ്ങനെ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും വെച്ചിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിലെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് അത് സർക്കാർ ഭൂമി പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ പാട്ടക്കുടിശ്ശിക തന്നെ കോടികളുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ 88 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റിന് പോലും കൂടെ 1.5 കോടി 2 കോടി രൂപ വില വരുന്ന പ്രദേശമാണ്. അതായത് എറണാകുളം ടൗണിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഈ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഒരു സമുദായത്തിൻ്റെ അണ്ടറിലാണ് ഈ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് എന്ന് പറയുന്നത്. അതായത് റോമൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ, ലത്തീൻ വിഭാഗത്തിൻ്റെ മാത്രം അധീനതയിൽ വരുന്നതാണ്. നമുക്കറിയാം, ഒരു സർക്കാരിൻ്റെ ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വസിക്കുന്ന എല്ലാ ജനങ്ങളുടെയാണ്, അത് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും അവകാശത്തിൽപ്പെട്ട ഒരു വസ്തുവാണ് സർക്കാർ ഭൂമി എന്ന് പറയുന്നത്, അല്ലെ സർക്കാർ വസ്തുക്കൾ എന്ന് പറയുന്നത്. അത് ഈ വളരെ ന്യൂനപക്ഷമായ ഈ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായിട്ട് അങ്ങനെ എഴുതി കൊടുക്കുന്നത് എത്രമാത്രം വലിയൊരു അപകടമാണ്, അല്ലെങ്കിൽ എത്രമാത്രം വലിയൊരു അതിക്രമമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കൊള്ള എന്ന് പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ള കൊള്ള, അത് ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഈ ഒരു സന്ദർഭത്തിലായതുകൊണ്ട് ആരും പ്രതികരിക്കില്ല, ആരും അറിയില്ല. അല്ല, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അതിനേക്കാളും ലോലമാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ഈ സമുദായങ്ങളുടെ കാല് നക്കാൻ നടക്കുന്ന വിഭാഗങ്ങളാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതിപ്പം LDF ആണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ മന്ത്രിസഭ LDFൻ്റെ സർക്കാർ ആയതുകൊണ്ട് അവരാണ് ഇതിന് ഇങ്ങനെ അംഗീകാരം നൽകിയിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിട്ട് അതൊട്ടും പ്രതികരിക്കില്ല എന്നുള്ളത് LDFന് അറിയാം, അതോടൊപ്പം തന്നെ ഈ സമുദായ നേതൃത്വത്തിനും അറിയാം. പിന്നെ BJP മുന്നണിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർ വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അനുവദിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ BJP മുന്നണിയും ഈ ക്രിസ്ത്യൻ സമുദായ നേതാക്കന്മാരുടെ കാല് നക്കാനായിട്ട് നടക്കുന്ന ഒരു വിഭാഗമാണെന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ ഇടപെടലുകൾ കേൾക്കുന്നത്. കാരണം ഈ അരമന കയറി ഇറങ്ങി നടന്ന് ഇവൻ മെത്രാന്മാരുടെയൊക്കെ കൈ മുത്താനും കാലും മുത്താനും ഒക്കെ നടക്കുന്ന ഈ ഒരു ആഭാസം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാരും പ്രതികരിക്കില്ല. പക്ഷെ നീതിബോധമുള്ള പൊതുസമൂഹം ഇതിനകത്ത് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു കൊള്ള ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അത് അനുവദിച്ച് കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു സാധാരണക്കാരന്, ഒരു വീടില്ലാത്തവന് അല്ലെങ്കിൽ കിടപ്പാടമില്ലാത്തവനാണ് അത് അനുവദിച്ചു കൊടുക്കുന്നതെങ്കിൽ
ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ 99.99% സപ്പോർട്ടേ ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെയുള്ളവർക്കാർക്കും കൊടുക്കില്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരന് 1-2 സെൻറ്റിൽ കിടക്കുന്നവൻ്റെ ഒരു വീട് വെക്കാൻ ഒരു അനുമതി ചോദിച്ചാൽ പോലും കൂടെ, അവന് സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും കൂടെ ഇല്ലാത്ത ന്യായീകരണം പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും മുടക്കാനും, അല്ലെങ്കിൽ അതിന് നൂലാമാലകൾ പറഞ്ഞ് ഇല്ലാതാക്കാനും, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കാല് പിടിക്കില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും അവന് ഒരിക്കലും വീട് വെച്ച് പോലും കിടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അത്തരം നൂലാമാലകളിലൊക്കെ കൊണ്ടുപോകുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് അത് ഒരിക്കലും ഈ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ആധുനിക സമൂഹത്തിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതി ഉള്ള പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല. ഈ സർക്കാരിൻ്റെ ഇങ്ങനെ മുതലുകൾ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ സ്വേച്ഛാധിപരമായിട്ടും അല്ലെങ്കിൽ ഏകാധിപത്യപരമായിട്ടും അല്ലെങ്കിൽ വിവേചനപരമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ട പ്രതിപക്ഷ നേതൃത്വത്തിന് ഒട്ടും പ്രതികരണശേഷി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ആ നിരയിലൊക്കെ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ വരുന്ന നേതാക്കന്മാരെയൊക്കെ അകറ്റി ഒതുക്കി നിർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു മുൻ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്പം ക്വാളിറ്റിയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒതുക്കി മൂലക്ക് ഇരുത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളായി കുറേ നിഴൽ പീഡന പരാതികളിലുമായിട്ട് സർക്കാരുകൾ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കുന്ന അല്ലെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ മാത്രമല്ലല്ലോ, നമുക്കറിയാം SSP എന്ന് പറയുന്ന സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും ചേർന്നിട്ടുള്ള ഒരു മൂവർ കൂട്ടുമുന്നണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ മാക്കൂട്ടം ₹1 പോലും ഖജനാവിൻ്റെ ഒരു പണം കട്ടെടുത്തു എന്ന് ഇവർക്കാർക്കും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പദ്ധതി നടത്തിപ്പിനകത്ത് എന്തെങ്കിലും ഒരു അഴിമതിക്ക് കൂട്ടുനിന്നു എന്ന് ഇവർക്കാർക്കും പറയാൻ പറ്റില്ല. അതിനകത്ത് എവിടെയെങ്കിലും ഒരു കമ്മീഷൻ അടിച്ചു മാറ്റിയെന്ന് ഇവർക്കാർക്കും പറയാൻ പറ്റില്ല. അതായത് മറ്റു രീതിയിലുള്ള, അതായത് ഇവിടെ സമൂഹ നന്മയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കടുക് മണിയോളം ഉള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത കറ കളഞ്ഞ ഒരു യുവ നേതൃത്വമാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഒതുക്കി ഇല്ലാതാക്കാം എന്നുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചില പെണ്ണ് കേസ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടുക് മണിയോളം പോലും ക്വാളിറ്റി ഇല്ലാത്ത ചില പെണ്ണ് കേസുകളുമായിട്ട് അവർ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ പെട്ട ഒറ്റപ്പാലം എന്ന മണ്ഡലത്തിൽ ഇതിനേക്കാളും വലിയ പെണ്ണ് കേസിലും, അതുപോലെ തന്നെ കോൺഗ്രസിനെ പതിറ്റാണ്ടുകളോളം 3 പതിറ്റാണ്ടുകളോളം ആജന്മ ശത്രുവായിട്ടും, അതുപോലെ കോൺഗ്രസിനെ ഈ 3 പതിറ്റാണ്ടുകളോളം തെറി പറഞ്ഞുകൊണ്ട് കിടന്ന PK ശശി, അതായത് CPMൻ്റെ മുൻ MLAയും KTDCയുടെ ചെയർമാനുമായിരുന്ന PK ശശി CPMുമായിട്ട് തെന്നിപ്പിരിഞ്ഞു വന്ന് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ PK ശശി ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയ പരാമർശത്തിൻ്റെ ഒരു 10 ഇരട്ടി ഗൗരവമുള്ള സ്ത്രീ പീഡന കേസുകളിൽ CPMൽ നിന്നപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളതും, അത് CPMൻ്റെ ഉന്നതാധികാര സമിതികൾ അതെല്ലാം പരിശോധിക്കുകയും അയാളെ തരം താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ പൊതുമണ്ഡലത്തിൽ വളരെയധികം ചർച്ചയായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ PK ശശി, അതായത് 3 പതിറ്റാണ്ടുകളോളം കോൺഗ്രസിനെ ചീത്തയും തെറിയും പറഞ്ഞുകൊണ്ട് നടന്ന PK ശശിയെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ എടുത്ത് തോളത്ത് വെച്ച് ചുമന്നുകൊണ്ട് നടക്കുന്നു. എന്നാൽ രാഹുൽ മാക്കൂട്ടം, കറ തീർന്ന കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടം, അതായത് ശരിക്കും പറഞ്ഞാൽ ജന്മം കൊണ്ടും സ്വന്തം രക്തത്തിലും ശ്വസിക്കുന്ന ഒരു വായുവിൻ്റെ ഒരു കണികയിൽ പോലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ അലിഞ്ഞു ചേർന്നിട്ടുള്ള കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഈ PK ശശി എന്ന ആഭാസനെ എടുത്ത് തോളത്ത് വെച്ച് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു മൂല്യം എത്രമാത്രമുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരൻ, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, ഞാൻ അത്ര പറയുന്നുള്ളൂ, 100% ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരന് പറയാൻ പറ്റുമോ ഈ സ്ത്രീ വിഷയം മാത്രമാണ് രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ ഇത്രയും കാലം കൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണം മാത്രം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 2ാം പീഡന പരാതി ലഭിച്ചിരുന്ന ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ കോടതി അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം അതെടുത്ത് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞതിന് സമാധാനമായിട്ട് തന്നെ ആ SITയുടെ ആ ഒരു ഹർജി തള്ളിക്കൊണ്ട്
രാഹുൽ മാക്കൂട്ടത്തിന് നിലവിൽ നൽകിയിരിക്കുന്ന ജാമ്യം റദ്ദാക്കാനാവില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഒരു പെണ്ണ് കേസ് മാത്രം ആണ് ഒരു മാനദണ്ഡമെങ്കിൽ അതിനേക്കാളും എത്രയോ മടങ്ങ് വലിയ പെണ്ണ് കേസിൽപ്പെട്ട ആ വ്യക്തിയാണ് ഈ PK ശശി എന്ന് പറയുന്ന വ്യക്തി. അയാൾ ഇത്രയും കാലം, അതായത് 3 പതിറ്റാണ്ടുകളിലധികമായിട്ട് അയാൾ CPM-കാരനായിരുന്നു, CPM സഹയാത്രികനായിരുന്നു, CPM-ൻ്റെ മുൻ MLA ആണ്, അതോടൊപ്പം തന്നെ KTDCയുടെ ചെയർമാനുമായിരുന്നു. ഈ അടുത്ത കാലത്താണ് അയാൾ CPM-ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന് ഇപ്പോൾ ഒറ്റപ്പാലത്ത് നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ അത്രയും കോൺഗ്രസ് വിരുദ്ധനായിരുന്ന, പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് വിരുദ്ധനായിരുന്ന PK ശശി, അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടത്തേക്കാൾ ഉപരി 4 ഇരട്ടി ഗൗരവമുള്ള പെണ്ണ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള PK ശശി, ആ PK ശശിയെ എടുത്ത് തോളത്ത് വെക്കുകയും എന്നാൽ ജന്മം കൊണ്ട് പോലും കോൺഗ്രസ്സുകാരനായിരിക്കുകയും ഈ നിമിഷം വരെയും കോൺഗ്രസിനെ പറ്റി ഒരു കടുക് മണിയോളം പോലും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്ത രാഹുൽ മാക്കൂട്ടത്തെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുമ്പോൾ അത് എന്ത് ധാർമ്മികതയാണ് കോൺഗ്രസ് ഈ കാര്യത്തിനകത്ത് നിലപാടെടുക്കുന്നത് അല്ല കൈക്കൊള്ളുന്നത് എന്നുള്ളതും പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇത്രേ ഉള്ളൂ. അതായത് രാഹുൽ മാക്കൂട്ടത്തെ പോലെയൊക്കെ ഉള്ളവർ ഇവിടെ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രതികരണ ശേഷിയുള്ള ഒരു പ്രതിപക്ഷത്തുള്ളൊരു യുവ നേതാവാണ്. അപ്പോൾ അത്തരം വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിനകത്ത്, അതായത് ഇത്തരം സർക്കാർ കൊള്ളകൾ, ഹിജൻ അജണ്ടയിലൂടെ നടപ്പാക്കുന്ന കൊള്ളകൾക്കൊക്കെ എതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുള്ള ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ട് കൂടിയാണ് രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവർ ഒതുക്കി നിർത്തുകയും എന്നാൽ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത PK ശശിയെ പോലുള്ളവരെ പൊക്കിപ്പിടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം, നിലവിലുള്ള പ്രതിപക്ഷം പോലും കൂടെ മുൻകൈയെടുത്ത് മുന്നിട്ട് നിൽക്കുന്നതും എന്നുള്ളത് നമ്മളിവിടെ കാണേണ്ടതാണ്. പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 5 പേര് ഒരു കാരണവശാലും നിയമസഭയിലേക്ക് ജയിച്ചു വരരുത് എന്ന് അടിവരയിട്ട് ഉറച്ച് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നടപ്പിലാവുകയോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. അത് മറ്റാരുമല്ല, പേരെടുത്ത് തന്നെ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ജയിച്ചു വരരുത്. 2, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ ജയിച്ചു വരരുത്. 3, മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ജയിച്ചു വരരുത്. 4, KB ഗണേഷ് കുമാർ ജയിച്ചു വരരുത്. 5, K മുരളീധരൻ ജയിച്ചു വരരുത്, പട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുന്ന. ഈ 5 പേരെങ്കിലും ഇവിടുത്തെ നീതിബോധമുള്ള പൊതുസമൂഹം തോൽപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇവരൊന്നും പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്നില്ല. ഇവർ പൊതുസമൂഹത്തിൻ്റെ വലിയ വാക്താക്കൾ എന്നുള്ള ആ പുറംവേനി മാത്രം നടിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കൊള്ളയടിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ ധാർമ്മികതയെയും സത്യസന്ധതയെയും കുഴിച്ചു മൂടിക്കൊണ്ട് പുറമേനി നടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ 70mm ചിരിയുമൊക്കെ ആയിട്ട് വരുന്ന വെറും മുഖംമൂടി അണിഞ്ഞ നേതാക്കന്മാരാണ് എന്നുള്ളത് തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്നു. നന്ദി.